55 സങ്കീർത്തനം 22 വാക്യം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. തിരുവചനത്തെ ധ്യാനിപ്പാൻ, ആശ്വാസത്തെ പ്രാപിപ്പാൻ, ദൈവവുമായിട്ട് അടുത്തു വരുവാൻ കർത്താവ് ഒരു പ്രഭാതം കൂടെ നമുക്ക് ദാനമായി തന്ന ദൈവസ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നാം വായിച്ചതായ വേദഭാഗം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആശ്വാസം നൽകുന്ന വചനമാണ്. നമ്മെ സമാധാനിപ്പിക്കുന്നതാണ്, പ്രത്യാശ നൽകുന്ന, കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന വചനമാണ്. അനേകം പ്രാവശ്യം നമ്മുടെ ഹൃദയത്തിൽ സമാധാനം കൊണ്ടുവന്നതായ ഒരു വചനം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക എന്നുള്ളൊരു വചനം വായിക്കുമ്പോൾ നമ്മുടെ ഭാരം വഹിക്കാൻ ഒരാളുണ്ടല്ലോ എന്നുള്ളൊരാശ്വാസമാണ് നമ്മുടെ ഹൃദയത്തിൽ ആദ്യമായി കടന്നു വരുന്നത്. ഈ വചനം നാം വായിക്കുന്നു, ആശ്വാസം പ്രാപിക്കുന്നു, സന്തോഷിക്കുന്നു. എങ്കിലും ഇവയിൽ അടങ്ങിയിരിക്കുന്നതായ പല മൂല്യങ്ങളും നമ്മളത് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥമായി ആ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് അലിഞ്ഞു ചേരുവാൻ, അല്ലെങ്കിൽ ഇടപഴകുവാൻ, നമ്മുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാകുവാൻ നമ്മെ സഹായിക്കുന്നത്. പല രീതിയിൽ ഭാരം നമ്മൾ പലരുടെ കയ്യിലും കൊടുക്കാറുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു ഭാരം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ സാധാരണ അത് കൊറിയർ കമ്പനിയെ ഉത്തരവാദിത്തപ്പെടുത്തും. ആ കൊറിയർ കമ്പനി മുഖേനയായി ആ ഭാരം അയക്കും. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാഴ്സൽ സംവിധാനത്തിൽ കൂടെ ആ ഭാരം അയക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭാരം അയക്കുമ്പോൾ അവരുടെ ഉത്തരവാദിത്തമാണ് ആ ഭാരം വഹിച്ചും കൊണ്ട് നാം കൊടുക്കുന്നതായ അഡ്രസ്സിൽ അത് ഡെലിവറി ചെയ്യണം, അല്ലെങ്കിൽ ആ ഡെസ്റ്റിനേഷനിൽ അത് കൊണ്ടെത്തിക്കുക എന്നുള്ളത് ആ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. നാം നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് അത് എവിടം വരെയായി എന്ന് പരീക്ഷിച്ചും കൊണ്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു അനുഭവം അങ്ങനെ. വേറൊരു അനുഭവം നമ്മുടെ യാത്രയോടൊപ്പം നമ്മൾ കൊണ്ടുപോകുന്നതായ ഭാരം. ഒരു പ്ലെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ റിസപ്ഷൻ ഡെസ്കിൽ അല്ലെങ്കിൽ ആ കൗണ്ടറിൽ പോയി നമ്മുടെ ഭാരങ്ങളൊക്കെ, നമ്മുടെ ഓവർ വെയ്റ്റുകളൊക്കെ അവിടെ ലഗേജിൽ കൊടുക്കും. അങ്ങനെ ലഗേജിൽ കൊടുക്കുമ്പോൾ അതിനങ്ങേപ്പുറത്ത് ഒരു കാര്യമുണ്ട്. ആ ലഗേജിനോടൊപ്പം നാമും സഞ്ചരിക്കുന്നു. നമ്മൾ സഞ്ചരിക്കുന്ന അതേ വാഹനം നമ്മുടെ ഭാരം നമുക്ക് വേണ്ടി ഇറക്കി വയ്ക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. നമ്മൾ അതിനോടൊപ്പം സഞ്ചരിക്കുന്നു. ആ ഭാരം നമ്മൾ ചെന്ന് ഇറങ്ങുന്നിടത്ത് ആ ഭാരം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ തിരികെ വാങ്ങുന്നു. എന്നാൽ ഈ ഭാരം കൊടുക്കുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമ്മുടെ ഭാരങ്ങൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ലഗേജുകൾ കൊടുക്കുമ്പോൾ അവിടെ ചില ചോദ്യങ്ങളുണ്ട്. ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന കണ്ടന്റ് എന്താണ്? എക്സ്പ്ലോസീവായിട്ടുള്ളത് വല്ലതുമുണ്ടോ? അന്യർക്ക് ഉപദ്രവം ചെയ്യുന്ന ഭാരങ്ങൾ ഇതിലുണ്ടോ? ഇല്ലെങ്കിൽ ആ വാഹനത്തിന് ദോഷം വരുത്തുന്നതായ, കേടുവരുത്തുന്നതായ, അപകടം വിളിച്ചു വരുത്തുന്നതായ എന്തെങ്കിലും സാധനങ്ങൾ, നിരോധിക്കപ്പെട്ടത് എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ അത് മാറ്റുവാൻ ആവശ്യപ്പെടുന്നു. നമ്മൾ ആ റെഗുലേഷനെ അനുസരിക്കുന്നു. ആ കമ്പനി പറയുന്നതായ കാര്യങ്ങൾ അതേപോലെ നമ്മൾ അനുസരിച്ചില്ല എങ്കിൽ നമ്മുടെ ലഗേജ് അവർ എടുക്കുകയില്ല, നമ്മുടെ യാത്രയ്ക്കും അത് തടസ്സമാകും. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നതായ ഭാരം. ദൈവം നമ്മോട് പല കാര്യങ്ങൾ ആവശ്യപ്പെടും. നമ്മൾ ഇന്ന് വായിച്ചതായ വേദഭാഗത്തിന് തൊട്ടും മുമ്പുള്ളതായ വാക്യത്തിൽ ഒരു കൂട്ടം മനുഷ്യരെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻപമായി നമ്മോട് സംസാരിക്കുകയും എന്നാൽ അവരുടെ ഹൃദയത്തിൽ യുദ്ധം നിറഞ്ഞിരിക്കുന്നതുമായ ഒരു കൂട്ടർ നിമിത്തം ജീവിതത്തിൽ വലിയ ഭാരം അനുഭവിക്കുന്ന നീതിമാന്മാരെ കുറിച്ചാണ് ദൈവം സംസാരിക്കുന്നത്. മറ്റുള്ളവർ നമ്മോട് ഇൻപമായി സംസാരിക്കും, വളരെ സ്നേഹത്തോടുള്ളതായ വാക്ക്, നമുക്കെന്തോ ഉപകാരം ചെയ്യുന്നു എന്നുള്ളതായ രീതിയിൽ അവരിടപെടും, നമ്മോട് അടുത്ത് വരും, നമ്മോട് സംസാരിക്കും, നമ്മെ കൂടെ അവർ ചേർത്തുകൊള്ളും. പക്ഷെങ്കിൽ ഹൃദയത്തിൽ ഐക്യമില്ലാത്ത ഒരവസ്ഥ. അവരുടെ ഹൃദയത്തിൽ യുദ്ധമാണ്. നമ്മെ എവിടെയെങ്കിലും വഴിയിൽ വെച്ച് നമ്മെ അപായപ്പെടുത്തണം, അകപ്പെടുത്തണം എന്നുള്ളതായ ചിന്ത അവരെ ഭരിച്ചുകൊണ്ടിരിക്കും.
അവരുടെ ആ ചിന്ത നിമിത്തം ഭാരപ്പെടുന്ന ഒരു നീതിമാനെ കുറിച്ചാണ് ദൈവം പറയുന്നത്. അല്ലയോ നീതിമാനെ, നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ പരിചയങ്ങളും കൂട്ടുകാരും സഹോദരങ്ങളും കാഴ്ചകളും അല്ലെങ്കിൽ പരിചയക്കാരും ഒക്കെ നിമിത്തം, സഹോദരങ്ങൾ നിമിത്തം, വേണ്ടപ്പെട്ടവർ നിമിത്തം നീ ഭാരപ്പെട്ട് കലങ്ങി ദുഃഖിതനായിരിക്കുകയാണെങ്കിൽ നിന്റെ യാത്രയ്ക്ക് അത് തടസ്സമാണ്. നീ പോകുന്ന വഴിയിൽ നിനക്ക് കുലുക്കമുണ്ടാകും. അങ്ങനെ നിന്റെ യാത്ര കുലുക്കമില്ലാത്തൊരു യാത്രയാകേണ്ടതിന് ഒരു കാര്യം ചെയ്യുക. അങ്ങനെയുള്ളതായ ഭാരം നീ എൻ്റെ കയ്യിൽ വയ്ക്കുക. നീ എൻ്റെ കയ്യിൽ ആ ഭാരം തരുമ്പോൾ ഒരു കാര്യം ദൈവം നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നു. നമ്മുടെ ഹൃദയം പരമാർത്ഥമുള്ള ഹൃദയമായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ യുദ്ധമുണ്ടാകരുത്. നമ്മുടെ ഹൃദയത്തിൽ ഭാരം അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായ ഒരു വൈരുദ്ധ്യമായിട്ടുള്ള ഒരു ചിന്താഗതി, ഒരാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ ഭാരം കൊടുക്കുവാൻ. അങ്ങനെ ദൈവത്തിൻ്റെ കയ്യിൽ ഭാരം കൊടുത്തിട്ട് നമ്മുടെ വീട്ടിൽ സ്വസ്ഥമായിരിക്കുന്ന ഒരു ജീവിതമല്ല എന്ന് പറഞ്ഞാൽ, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം നമ്മുടെ കൊറിയർ കമ്പനി അല്ല, ദൈവം നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അല്ല, ദൈവം നമുക്ക് വേണ്ടി എപ്പോഴും ഒരു കൂലിക്കാരനായി നമ്മുടെ ചുമടും ചുമന്നുകൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്ന ഒരു ജോലിക്കാരനല്ല, ഒരു ദാസനല്ല. എന്നാൽ നമ്മോടൊപ്പം അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം നാം സഞ്ചരിക്കേണ്ടതിന്, നമ്മുടെ യാത്ര കുലുക്കമില്ലാത്തതാക്കേണ്ടതിന് നമുക്കായി തരുന്ന ഒരു സൗഭാഗ്യകരമായ ഒരു ദൈവസ്നേഹത്തിൻ്റെ കരങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി വെച്ച് നീട്ടുന്നത്. ഒരു നീതിമാനോട് ദൈവം പറയുകയാണ്, അല്ലയോ നീതിമാനെ, നിന്റെ ഭാരം എൻ്റെ കയ്യിൽ തരിക. ദൈവം നോക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന് വളരെയധികം ഭാരം, നിന്റെ ഹൃദയത്തിൽ ഭാരം, ദുഃഖം നിറഞ്ഞിരിക്കുന്നതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ളതായ കാര്യങ്ങൾ ദൈവം ഏറ്റെടുത്തതിന് ശേഷം നമ്മെ നീതിയോടെയുള്ളതായ ഒരു പുലർച്ചൽ നമുക്ക് നടത്തേണ്ടതിന്, അല്ലെങ്കിൽ നാം പുലർത്തപ്പെടേണ്ടതിന്, നാം പുലർത്തപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്നതായ വഴികളെ നമുക്ക് വേണ്ടി കർത്താവ് അത് ക്ലിയർ ചെയ്തു തരികയാണ്. അങ്ങനെയാണ് കർത്താവ് പറയുന്നത്, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ളതല്ല, അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനിൽ വേണ്ടിയുള്ളതല്ല. നമ്മുടെ ജീവിതകാലം മുഴുവനും ഉള്ളതായ ഒരു തുടർന്ന് നിൽക്കുന്നതായ ഒരു നാളും എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ താഴ്ത്തിക്കളയുന്ന ഒരു ദിവസം പോലും നമുക്ക് ജീവിതത്തിൽ ഓർമ്മയുണ്ടാകുകയില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ ആ വാക്കിനെ നമുക്ക് വിശ്വസിക്കുവാൻ നമ്മുടെ ഹൃദയം നമ്മോട് കൽപ്പിക്കുന്നു. കാരണം നമ്മുടെ ഹൃദയത്തിൽ അതൊരാശ്വാസം കൊണ്ടുവരുന്ന ഒരാശയമാണ്. ആ അല്ലെങ്കിൽ ആ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രകാശനം കൊണ്ടുവരുന്നു. മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രകാശനം കൊണ്ടുവരുന്നതായ വാഗ്ദാനങ്ങൾ മനുഷ്യർക്ക് തരുവാൻ കഴിയുകയില്ല. ആരെങ്കിലും നമ്മുടെ ഭാരങ്ങളെ വഹിച്ചാൽ ഒരു ദിവസത്തേക്ക് വഹിക്കും, ഇല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് വഹിക്കും. അതിനുശേഷം വേറൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഭാരം ചുമക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം ദൈവം തരുന്നതായ വാഗ്ദത്തം, നീ ഒരു നാളും നിന്റെ ഭാരം വെച്ചുകൊണ്ട് നടക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. കാരണം നീ കുലുങ്ങരുതെന്നാണ് ദൈവത്തിൻ്റെ ആശയം, ദൈവത്തിൻ്റെ ആഗ്രഹം. നീ കുലുങ്ങിപ്പോയാൽ ദൈവത്തിനത് സഹിച്ചുകൂടാ. ദൈവത്തിനകത്ത് ദുഃഖമാണ്, സ്വർഗത്തിന് ദുഃഖമാണ്. കാരണം നീ സ്വർഗ നിമിത്തം നീതിയുടെ പാത തെരഞ്ഞെടുത്ത മനുഷ്യനാണ്. സ്വർഗ നിമിത്തം നീതിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്വർഗ നിമിത്തം നീതിപൂർണമായ ഒരു ചിന്താഗതി മറ്റുള്ളവർക്കും കാഴ്ചവെക്കുവാൻ നീ നിന്നെ തന്നെ പ്രതിഷ്ഠിച്ച ഒരു വ്യക്തിയാകിയാൽ നിന്നോട് വിശ്വസ്തത പുലർത്തുവാൻ ദൈവം കടപ്പെട്ടിരിക്കുന്നു, സ്വർഗം കടപ്പെട്ടിരിക്കുന്നു, നമ്മുടെ കർത്താവ് കടപ്പെട്ടിരിക്കുന്നു. കാരണം അവൻ്റെ നാമത്തിലാണ് നാം ഇതൊക്കെയും സഹിക്കുകയും വഹിക്കുകയും ചെയ്യുന്നതെന്ന് ദൈവം തിരിച്ചറിയുന്നു, പരിശുദ്ധാത്മാവ് തിരിച്ചറിയുന്നു. ഈ പ്രഭാതത്തിൽ നീതിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കൽപ്പന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനം വളരെ ശക്തിയോടെ നമ്മുടെ ഇടയിൽ അത് വ്യാപരിക്കുകയാണ്. നീ നീതിയോടെ ജീവിക്കുവാൻ, നീതിയോടെ സംസാരിക്കുവാൻ, നീതിപൂർണമായ ഒരു ജീവിതം ലോകത്തിൻ്റെ മുൻപിൽ കാഴ്ചവെക്കുവാൻ സ്വർഗനിമിത്തം നിന്നെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തുനിയുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നിന്റെ ജീവിതത്തിൽ നീ അനുഷ്ഠിക്കുന്നതെങ്കിൽ ദൈവം നിന്നോട് പറയുന്നു, നിന്റെ കയ്യിൽ ഭാരമുണ്ടാകരുത്. ആ ഭാരം നിന്റെ പ്രതിഷ്ഠയെ തളർത്തും, നിന്റെ യാത്രയെ തടസ്സപ്പെടുത്തും,
നിന്റെ പുലർത്തുന്നത് നീ പുലരപ്പെടുന്നതായ അനുഭവങ്ങളെ, നീ അനുഭവിക്കേണ്ടതായ നന്മകളെ അത് മുടക്കും, അത് കേടാക്കും, അത് നിന്നിൽ ദുഃഖങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നീ ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരിയായി മാറണം. നോഹ ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തിന് സ്തോത്രം. അബ്രഹാം ദൈവത്തോട് കൂടെ നടന്നു, യോസേഫ് ദൈവത്തോടു കൂടെ നടന്നു, യാക്കോബ് ദൈവത്തോട് കൂടെ നടന്നു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ഇയ്യോബ് ദൈവത്തോട് കൂടെ നടന്നു. അവർ വിശ്വാസത്താൽ അതൊക്കെയും ചെയ്തു. അവർക്കൊരു നിശ്ചയമുണ്ടായിരുന്നു, അവർ കുലുങ്ങിപ്പോകുവാൻ അവരുടെ ദൈവം അവരെ സമ്മതിക്കുകയില്ല, അവരെ താങ്ങും എന്നുള്ളതായ ഒരു വിശ്വാസം അവരുടെ ജീവിതത്തിൽ വർദ്ധിച്ചപ്പോൾ ആ വിശ്വാസത്തെക്കുറിച്ച് അവർ തന്നെ സംസാരിക്കുവാൻ തുടങ്ങി. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും തകർന്നു പോകാത്ത ഒരു ഹൃദയത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉടമകളായി അവർ മാറ്റപ്പെട്ടു. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ തളർത്തിക്കളയുന്ന പ്രശ്നങ്ങൾ പലതും നീ വഹിച്ചുകൊണ്ട് നീതിപൂർണമായ ഒരു ജീവിതം ചെയ്യുവാൻ നീ ആഗ്രഹിക്കുന്നു. ദൈവം നന്നായി തിരിച്ചറിയുന്നു. നിന്നോടാണ് പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വയ്ക്കുക, ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. നീ ദുഃഖിക്കുന്ന ദുഃഖത്തിൻ്റെ ആധിയെക്കുറിച്ച്, ആഴത്തെക്കുറിച്ച് ദൈവത്തിന് നന്നായിട്ട് അറിയാം. നിന്നോട് ഇടപെടുന്നവർ പലരും ഹൃദയത്തിൽ യുദ്ധം മറച്ചു വെച്ചുകൊണ്ട്, ഇൻപമായി സംസാരിച്ചുകൊണ്ട് നിന്നെ വഞ്ചിക്കുന്ന പല രീതിയിലും നിന്നോട് ഇടപെട്ട് നിന്നെ വശീകരിച്ച് ഒടുവിൽ നിന്നെ ദുഃഖത്തിൽ ആഴ്ത്തുന്ന അനുഭവങ്ങൾ ദൈവം മുൻകാണുന്നു. നീതിമാൻ കുലുങ്ങുന്നവരായി ഈ ഭൂമിയിൽ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമം അത് അപമാനത്തിന് കാരണമായി തീരും. സ്വർഗം അതുകൊണ്ട് ഇറങ്ങി വന്ന് നീതിമാന്മാരോട് സംസാരിക്കുകയാണ്, പാടില്ല, നിങ്ങളുടെ ഭാരം കൊണ്ട് നിങ്ങൾ നടക്കരുത്, നിങ്ങൾ കുലുങ്ങും, ആ ഭാരം എൻ്റെ മേൽ വെച്ചു വിടുക. എൻ്റെ കയ്യിൽ തരുന്നതായ ഭാരങ്ങളോ അതിൽ യാതൊരു രീതിയിലും മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്ന ഭാരം ആകരുത്, മറ്റുള്ളവർക്ക് തകർച്ചയുണ്ടാക്കുന്ന ഭാരം ആകരുത്, വാഹനത്തിന് തടസ്സമുണ്ടാക്കുകയും കേടുപാടുണ്ടാക്കുന്നതുമായ ഭാരങ്ങൾ ആകരുത്. സകലതും നീതിയോടെയുള്ളതായ ഭാരം, നീതിയോടെയുള്ളതായ ചിന്ത, നീതിയോടെയുള്ളതായ ഉത്തരവാദിത്തം, നീതിയോടെയുള്ളതായ വേദനകൾ, നീതിയോടുള്ളതായ ആ വലിയ വലിയ ആ ഒരു ചിന്താകുലങ്ങൾ, അതൊക്കെയും ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ നീതിമാനെ കുലുങ്ങാതെ പുലർത്താമെന്ന് ദൈവം ഈ പ്രഭാതത്തിൽ വീണ്ടും നമ്മോട് വാഗ്ദത്തം ചെയ്യുകയാണ്. കർത്താവ് നമുക്ക് ദാനമായി തന്നതായ ഈ പ്രഭാതയാമത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം വീണ്ടും നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരികയാണ്. ദൈവത്തിന് അത് ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പ്രശംസയുണ്ടാകും. കാരണം നിന്നെ ഒരു നാളും വീഴാൻ സമ്മതിക്കാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കുവാൻ ആ ദൈവത്തിൻ്റെ സ്നേഹം മതിയായതാണ്. ആ സ്നേഹത്തെ അനുഭവിച്ചറിയുവാൻ, ആ സ്നേഹത്തെ രുചിച്ചറിയുവാൻ, ആ സ്നേഹത്തെക്കുറിച്ച് പാടുവാൻ, പുകഴ്ത്തുവാൻ, ആ സ്നേഹത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ആരാധിക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഈ ഭാരം നമുക്ക് വഹിക്കുവാൻ കഴിയാത്തതായ ഭാരം അവൻ്റെ മേൽ വയ്ക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ പുത്രനിൽ കൂടെ ഊറ്റിത്തന്ന അവിടുത്തെ സ്വർഗത്തിലെ സ്നേഹത്തെ ഓർത്ത്, അവൻ്റെ വിളിയെ ഓർത്ത്, തെരഞ്ഞെടുപ്പിനെ ഓർത്ത് നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ തലമുറകൾക്കും നമ്മുടെ ഭവനത്തിന് മേലും ദൈവം വെച്ചതായ വലിയ സൗഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാം. അവൻ നമ്മെ സ്നേഹിക്കുന്നു, അവൻ നമ്മെ മാനിക്കുന്നു, അവൻ നമുക്കായി കരുതുന്നു, അവൻ നിന്നെ പുലർത്തുവാൻ ശക്തൻ. അവൻ്റെ വാക്കുകളെ നീ വിശ്വസിക്കുമ്പോൾ, അവൻ്റെ വാഗ്ദത്തങ്ങളെ നീ ഏറ്റെടുക്കുമ്പോൾ അവൻ നിനക്ക് വേണ്ടി വച്ചിരിക്കുന്നതായ സകല സൗഭാഗ്യങ്ങളും ഭാരമൊഴിഞ്ഞ ഒരു ജീവിതം, സൗഭാഗ്യകരമായ ഒരു ജീവിതം, കുലുങ്ങാത്ത ജീവിതം നിന്റെ ഭവനത്തിലേക്ക് അത് അനുഗ്രഹമായി കടന്നു വരുന്നു. ആ അനുഗ്രഹത്തെ പ്രാപിപ്പാൻ ഈ പ്രഭാതം ദൈവം നിന്നെ ഈ വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.